ഈ അരി കണ്ടോളൂ, ഇത് സ്റ്റീംഡ് റൈസ് ആണ്. സ്റ്റീംഡ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർ വിചാരിക്കുന്നത് ഇത് പച്ചരിയാണെന്നാണ്. കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പച്ചരിയാണ് ഇവർ കഴിക്കുന്നതെന്ന പലരുടെയും വിശ്വാസം. ആക്ച്വലി ഇത് പച്ചരിയല്ല, ഇതിനെ സ്റ്റീംഡ് റൈസ് എന്നാണ് പറയുന്നത്. This is steamed rice, or you can call it as parboiled rice. പച്ചരിയും സ്റ്റീംഡ് റൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ ഞാൻ പറയട്ടെ, നമ്മൾ 3 തരം അരി നമ്മൾക്കറിയാം. ഒന്ന് ബോയിൽഡ് റൈസ്, ഒന്ന് റോ റൈസ് ആൻഡ് വൺ ഈസ് സ്റ്റീംഡ് റൈസ്. ബോയിൽഡ് റൈസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ചിലർ കുത്തിരി എന്ന് പറയും, ചിലർ ചെമ്പാവരി, പുഴുക്കലരി, അതൊക്കെ ബോയിൽഡ് റൈസാണ്. പിന്നെ പച്ചരി എന്ന് പറയുന്നത് റോ റൈസ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പുഴുക്കലരി നിങ്ങൾക്കറിയാം. പുഴുക്കലരി, ചെമ്പാവരി എന്നൊക്കെ പറയുന്നത് നമ്മൾ നെല്ല് വെള്ളത്തിനകത്തിട്ടിട്ട് പുഴുങ്ങും. നെല്ല് വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടാണ് അത് പിന്നെ ഉണക്കിയെടുത്ത് അരി കുത്തിയെടുക്കുന്നത്. സോ അതിന് പുഴുക്കലരി, ചെമ്പാവരി, ബോയിൽഡ് റൈസ് എന്നൊക്കെ പറയും. അതേസമയം പച്ചരി എന്ന് പറയുന്നത് നെല്ല് പുഴുങ്ങത്തില്ല, പച്ചയോടെ അത് ഉണക്കി കുത്തിയെടുക്കുന്നതാണ് പച്ചരി, റോ റൈസ്. ഈ സ്റ്റീംഡ് റൈസ് എന്ന് പറയുന്നത് ഇതിനെ പച്ചയ്ക്കും കുത്തത്തില്ല, പുഴുങ്ങിയും കുത്തത്തില്ല. ഇതിനെ സ്റ്റീമിലാണ് വേവിക്കുന്നത്. നമ്മൾ ഇഡ്ഡലി, അപ്പം ഒക്കെ സ്റ്റീം ചെയ്യത്തില്ലേ, ആവിക്ക് വെച്ച് ചെയ്യത്തില്ലേ, അതുപോലെ ഈ നെല്ല് ആവിക്ക് വെച്ച് പുഴുങ്ങും. ആവിക്ക് വെച്ച് പുഴുങ്ങി ഉണക്കിയിട്ട് കുത്തിയെടുക്കുന്നതാണ് ഈ സ്റ്റീംഡ് റൈസ്. And the process of raw rice is before milling they dry and store the paddy for few months. This steamed rice, the process is it is partially pre-cooked before milling. And also this process retains more nutrients in the grain's outer layer. And it has a good source of B vitamins, minerals and fiber. Because of that fiber content is more. Why the fiber content is more? Because ഈ സ്റ്റീംഡ് റൈസ് നമ്മളിങ്ങനെ പാർഷ്യലായിട്ട് പാതി കുക്ക് ചെയ്ത് മില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബി വിറ്റാമിൻസ്, മിനറൽസ്, ഫൈബർ ഒന്നും പോകുന്നില്ല. അതൊക്കെ നന്നായിട്ട് ആ സ്റ്റീംഡ് റൈസിലുണ്ട്. ഇപ്പോൾ പച്ചരിയും സ്റ്റീംഡ് റൈസും ബോയിൽഡ് റൈസും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Thank you.